അപ്പോൾ അതിൽ വൈരാഗ്യം പൂണ്ട്, അതിൽ ശത്രുത പൂണ്ട് ഉമ്മൻചാണ്ടിയെ ഞാൻ തകർക്കുമെന്നും ഉമ്മൻചാണ്ടിയെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും UDF നേതാക്കന്മാർക്ക് ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് എൻ്റെ മുഖതാവിൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഇത് കേട്ടു നിന്നതല്ലാതെ തിരിച്ചൊരഭിപ്രായം പോലും പറയാതെ നിസ്സംഗത പാലിച്ചതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2011 മുതൽ 13 വരെ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു പത്തനാപുരം സ്വദേശിയായിട്ടുള്ള സുധീർ മലയിൽ. കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കര കോടതിയിൽ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു വാദം നടക്കുകയും അവിടെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സുധീർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സോളാർ കേസ് അറിയാം, കേരളം നിന്ന് കത്തിയ ഒരു സമയമായിരുന്നു. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ മുൻപ് അങ്ങ് സ്റ്റാഫ് അംഗമായിരുന്ന ഒരു മൊഴി നൽകിയിരിക്കുന്നത്. എത്രത്തോളം വാസ്തവമാണ് ആ കോടതി നൽകിയിരിക്കുന്ന മൊഴി? സത്യമായാണ് കോടതിയിൽ നമ്മൾ ബോധിപ്പിച്ചിട്ടുള്ളത്. ഞാൻ 2011 മുതൽ 2013 വരെ, അതായത് 2/4/2013 ശ്രീ ഗണേഷ് കുമാർ സാറ് രാജിവെക്കുന്നത് മന്ത്രിസഭയിൽ നിന്ന്. അന്ന് അദ്ദേഹം വനം, കായിക, സിനിമാ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം വളരെ ആത്മാർത്ഥമായി മന്ത്രിസഭയിൽ പത്തനാപുരം നിയോജകമണ്ഡലക്കാരൻ എന്ന നിലയിൽ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വളരെ സത്യസന്ധമായും കൃത്യമായും കാര്യങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരടുത്ത ആളായി തന്നെ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചും അദ്ദേഹം അതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നാൽ 2013 കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗണേഷ് കുമാർ സാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനും ഇദ്ദേഹത്തിൻ്റെ പിതാവുമായ ശ്രീ R ബാലകൃഷ്ണപിള്ള സാർ, ബഹുമാനായ സ്പീക്കർ G കാർത്തികേയൻ സാറിനും ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഒരു കത്ത് നൽകുകയുണ്ടായി. പാർട്ടി ചെയർമാൻ തൻ്റെ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം വേണ്ട എന്നാവശ്യപ്പെട്ടാൽ പിൻവലിക്കണമെന്നുള്ള നിയമവും വ്യവസ്ഥകളും ഭരണഘടനാ വ്യവസ്ഥകളുമൊക്കെ കിടക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സാറും UDFും എടുത്തത്. തുടർന്ന് 2013 അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചി ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നൽകുകയും ആ കേസ് എടുക്കാൻ തന്നെ അല്പം താമസിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അവർ നേരിട്ട് DGPക്ക് കേസ് നൽകിക്കൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. തുടർന്ന് കേരളത്തിൻ്റെ ഇടതുപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായും മന്ത്രി എന്ന നിലയിൽ കേസ് രജിസ്റ്റർ ആയ സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ബഹുമാനായ ഗണേഷ് കുമാർ സാറിനോട് അന്നത്തെ UDF നേതൃത്വം രാജിവെക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ കേസിൻ്റെ പേരിലായതിനാൽ കേസ് തീർന്ന് തിരികെ വരുന്ന മുറയ്ക്ക് മന്ത്രിയാക്കാമെന്ന് ധാരണയുണ്ട് എന്നവർ തമ്മിൽ ധാരണയുണ്ട് എന്ന് പറഞ്ഞു കേൾവിയുണ്ട്. 2013 അദ്ദേഹം 2/4/2013 രാജിവെച്ച അദ്ദേഹത്തെ ആ കേസിൽ നിന്നും മോചിതനാക്കുന്നതിന് വേണ്ടി അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ സാറിനെ ഉമ്മൻചാണ്ടി സാർ ചുമതലപ്പെടുത്തി. ഷിബു ബേബി ജോൺ സാറും UDFത്തിൻ്റെ ചില നേതാക്കന്മാരും അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളും ചേർന്ന് അശ്രാന്ത പരിശ്രമം നടത്തി ആ കേസിൽ നിന്ന് മോചിതനാക്കിക്കൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കി. തുടർന്ന് ആ സമയങ്ങളിലും അദ്ദേഹത്തോടൊപ്പം സൗഹൃദം പങ്കുവെച്ച ഒരാളെന്ന നിലയിൽ, ഒരടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളെന്ന നിലയിൽ, അദ്ദേഹം തിരികെ വരുവാൻ ആഗ്രഹിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഇടയ്ക്കിടയ്ക്കെങ്കിലും അദ്ദേഹത്തെ കാണുവാൻ ഞാൻ എത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലുള്ള ആർടെക് രോഹിണി ഫ്ലാറ്റിലായാലും അദ്ദേഹത്തെ പത്തനാപുരത്തെ ഓഫീസിലായാലും ഒക്കെ പോയി കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ അദ്ദേഹം തിരികെ വരണമെന്ന്, ഈ കേസ് തീർന്ന സാഹചര്യത്തിൽ തിരിച്ചു വരണമെന്ന് UDF നേതൃത്വത്തെയും ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും അറിയിച്ചു. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരികെ എടുക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ അതിൽ വൈരാഗ്യം പൂണ്ട്, അതിൽ ശത്രുത പൂണ്ട് ഉമ്മൻചാണ്ടിയെ ഞാൻ തകർക്കുമെന്നും ഉമ്മൻചാണ്ടിയെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും UDF നേതാക്കന്മാർക്ക് ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് എൻ്റെ മുഖതാവിൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഇത് കേട്ടു നിന്നതല്ലാതെ തിരിച്ചൊരഭിപ്രായം പോലും പറയാതെ നിസ്സംഗത പാലിച്ചതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് വെറുതെ പറഞ്ഞതെന്നാണോ ആദ്യം കരുതിയിരുന്നത്? കാര്യം വെറുതെ ഇപ്പോൾ ഒരു ദേഷ്യം തോന്നുമ്പോൾ ആളുകൾ പറയുമല്ലോ, പക്ഷെ പിന്നീട് അത് യാഥാർത്ഥ്യമായി തീരുകയും ചെയ്തു. അന്ന് പറയുമ്പോൾ ഒരു മാനസികമായ ഒരു പ്രയാസം. തീർച്ചയായും ഇദ്ദേഹം തിരികെ മന്ത്രിസഭയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനും പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നല്ലോ. വീണ്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാകാമെന്ന് കരുതി ആഗ്രഹിച്ചിരുന്ന ആളെന്ന നിലയിൽ അദ്ദേഹം വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതിന് ഇത്രയധികം വ്യാപ്തിയുണ്ട് എന്ന് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. 2015 ഇദ്ദേഹം ഇടതുമുന്നണിയോട് അടുക്കുകയും പത്തനാപുരത്ത് വീണ്ടും ഇടതുമുന്നണിയുടെ സഹായത്തോടു കൂടി, മുന്നണി പ്രവേശനം നടത്തിയില്ലെങ്കിലും
ഇടതുമുന്നണിയുടെ സഹായത്താൽ അദ്ദേഹം വീണ്ടും അവിടെ വിജയിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്നാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതും ആ റിപ്പോർട്ടിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെയും UDF നേതാക്കന്മാരുടെയും പേരിൽ ലൈംഗിക ആരോപണ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം അന്ന് പറഞ്ഞത് യഥാവിധി പാലിച്ചിരിക്കുന്നു, ഇതൊരു വലിയൊരു ഗൂഢാലോചനയാണ്. ഈ സത്യമായി ബോധ്യമുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്.